ഈ അന്വേഷണം എവിടെ നിന്നാണ് വന്നത്? ഇതിങ്ങനെ ഒരു ഫോൺ കോളിലാണ് വന്നത്. സുഹൃത്തുക്കൾ തന്നെ വിളിച്ചു ചോദിച്ചാൽ ഏതാണ് ഈ രഞ്ജിത സി നായർ ആരാണ്, മുട്ടുമൺ സ്വദേശിയാണ്, പുല്ലാട് സ്വദേശിയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാം പെട്ടെന്ന് ആരാന്ന് നമുക്ക് മനസ്സിലായില്ല. വീട്ടുപേരൊന്നും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. രഞ്ജിത ആർ നായരും അച്ഛൻ്റെ പേര് ഗോപകുമാർ നായർ ആണെന്ന് മാത്രമാണ് കിട്ടിയത്. അത് വെച്ച് ഞങ്ങളിങ്ങനെ ചുറ്റുവട്ടമുള്ള എല്ലാ ആൾക്കാരുമായിട്ടും പല പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. എല്ലാവരും അവരുടെ രീതിയിലൊക്കെ അന്വേഷിച്ചു. അന്വേഷണത്തിൽ പെട്ടെന്നാണ് നമുക്കിവിടെ ഈ വീട്ടിൽ നിന്നാണ് നമ്മുടെ കൊച്ചാണ് പോയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. മുൻപ് താൽക്കാലിക അടിസ്ഥാനത്തിലായിരുന്നോ ജില്ലാ ആശുപത്രി ജോലി ചെയ്ത് വന്നത്? ഞങ്ങൾ സ്ഥിരം അവധി എടുത്ത് പോയതാണ്. അവധി കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടുന്ന് അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ്. 5 വർഷത്തെ അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ്. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഇവിടെ ഞങ്ങൾ കണ്ട് സംസാരിച്ചൊക്കെ പോയതാണ്. പുതിയ വീട് പണിയുന്നതിൻ്റെയും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് പോയതാണ്. എന്താണ് ഇത് സംഭവിച്ചതെന്നുള്ളത് നമുക്കൊന്നും അറിയത്തില്ല. ആകപ്പാടെ 2 കൊച്ചുകുട്ടികളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മോനും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളുമാണ് ഉള്ളത്. പയ്യത്തമ്മ മാത്രമേ ഉള്ളൂ ഇവിടെ. 2 സഹോദരന്മാരുണ്ട് അവർക്ക്. പക്ഷെ എന്താണെന്ന് അവരാരും അറിഞ്ഞോ ഒന്നും അറിയത്തില്ല. എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പോഴത്തേക്ക്. ഇവിടെ അച്ഛൻ ഗോപകുമാർ ചേട്ടൻ നേരത്തെ മരിച്ചതാണ്. 3-4 കൊല്ലം മുമ്പ് തന്നെ മരിച്ചത്. 5 കൊല്ലം ആയിക്കാണ്. ഭർത്താവ് ജോലിയാണ്. ഇവിടെയാണെന്ന് എനിക്ക് ക്ലിയറായിട്ട് അറിയില്ല. ഔദ്യോഗികമായ യാതൊരു വിവരവും ഏതെങ്കിലും കോണിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അതുതന്നെയാണ് നേരിയ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീട് അന്വേഷിച്ചപ്പോഴാണ് സമീപവാസികളും ബന്ധുക്കളുമൊക്കെ തന്നെ ഈ വിവരം അറിയുന്നത്. രഞ്ജിത UK-യിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. മുട്ടുമൺ വടക്കേ കവലയിലെ വീട്ടിൽ അമ്മയും അതോടൊപ്പം തന്നെ രഞ്ജിതയുടെ 2 മക്കളുമാണുള്ളത്. മൂത്ത മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും മകൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുമാണ്. അച്ഛൻ നേരത്തെ മരണമടഞ്ഞതാണ്. കുടുംബ വീടിനോട് ചേർന്നൊരു പുതിയ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പുരോഗമിക്കുന്നുണ്ട്. ഏതാനും ദിവസത്തെ അവധിക്കായി നാട്ടിലെത്തിയ രഞ്ജിത ഇന്നലെ ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് വീട്ടിൽ നിന്നും UK-ക്കുള്ള യാത്ര തുടങ്ങിയത്. ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തി അവിടെ നിന്നും കണക്ഷൻ ഫ്ലൈറ്റിൽ UK-ക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ബന്ധുക്കളിൽ നിന്നും ലഭ്യമായ വിവരം. ഈ അപകടവുമായി ബന്ധപ്പെട്ട ടെലിവിഷൻ വാർത്തകൾ ബന്ധുക്കളുടെ ശ്രദ്ധയിലേക്ക് വന്നിരുന്നു. പക്ഷേ എന്ത് തരത്തിലുള്ള അപകടമാണ്, അല്ലെങ്കിൽ രഞ്ജിതയ്ക്ക് എന്തെങ്കിലും അപകടകരമായ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങളിൽ യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. ഈ ടെലിവിഷനിൽ വന്ന വാർത്തയും അതോടൊപ്പം തന്നെ വിവരങ്ങൾ അറിഞ്ഞ് മേഖലയിലെ ആളുകൾ വീട്ടിലേക്ക് എത്തിയതുമൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിലേക്ക് മകൾ അല്ലെങ്കിൽ രഞ്ജിത എത്തിയിട്ടുണ്ടോ എന്നുള്ള ആശങ്കയ്ക്ക് കൂടി ഇടവരുത്തിയിട്ടുണ്ട്. വലിയ ദുഃഖം തിളങ്ങിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തും അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബ വീട്ടിലുമുള്ളത്. അബിലാൽ തുടരുക. അബിലാൽ പറഞ്ഞതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ വീട് പണി നടക്കുന്നു. അങ്ങനെ ഈ നാട്ടിലൊരു ജോലി ഏകദേശം റെഡിയാവുന്നു. PSCയുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ അവധിയുമായി ബന്ധപ്പെട്ടാണ് നാട്ടിലേക്ക് എത്തുന്നത്. പിന്നീട് അവിടെ ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. 2 മക്കളാണുള്ളത്. ഒരാൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ അങ്ങനെ 7ാം ക്ലാസ്സിൽ 2 കുട്ടികളാണ്. അപ്പോൾ അവിടെ വീട്ടിനെ സംബന്ധിച്ചോളം വലിയൊരു അങ്കലാപ്പും. കാരണം ഇപ്പോൾ അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. നമുക്കിനി എന്താണ് അപകടത്തിൽപ്പെട്ടു അതിൻ്റെ സ്ഥിതി സംബന്ധിച്ചും ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊക്കെ ആശുപത്രിയിൽ നിന്നാണ് വിവരങ്ങൾ ലഭ്യമാകേണ്ടത്, അല്ല ഔദ്യോഗിക സംവിധാനത്തിന്. ഇപ്പോൾ നാട്ടിലുള്ള ആളുകൾ അവർക്ക് ഈ വിവരം അറിഞ്ഞുടൻ, ടെലിവിഷനിൽ കാണിക്കുന്ന ഈ വിവരം അറിഞ്ഞുടൻ ഈ വിമാനത്തിൽ ആണ് യാത്ര ചെയ്തത് എന്നറിഞ്ഞാണ് അവിടേക്ക് എത്തുന്നതും. അങ്ങനെയുള്ള ഒരു അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ്. രഞ്ജിത പുല്ലാട് സ്വദേശിയാണ്, പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ്.